എല്ലാവർക്കും ലൈവ് പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയ പ്രോഡക്റ്റ് ആണ്. ഈ പുതിയ പ്രോഡക്റ്റ് HP-യുടെ ഒരു പുതിയ ലാപ്ടോപ്പാണ്. ഈ ലാപ്ടോപ്പിൻ്റെ ഒരു വൻപിച്ച വലിയൊരു ഓഫർ വന്നതുകൊണ്ടാണ് ഞാൻ ഈ ലാപ്ടോപ്പ് എടുക്കണമെന്ന് വിചാരിച്ച് HP-യുടെ ഷോപ്പിൽ പോയി ആ ലാപ്ടോപ്പ് എടുത്തു. ആ ലാപ്ടോപ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വിറ്റെക്സ് എന്ന് പറയുന്ന ഒരു മോഡലാണ്, HP ലാപ്ടോപ്പാണ്. നിങ്ങൾക്ക് ആ ലാപ്ടോപ്പിൻ്റെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ HP-യുടെ വിറ്റെക്സ് എന്ന് പറയുന്ന മോഡലുള്ള HP ലാപ്ടോപ്പ്. ഈ ലാപ്ടോപ്പിൻ്റെ പ്രത്യേകതകൾ, ഇതിൽ ഒരുപാട് ഫംഗ്ഷൻ ഉൾക്കൊള്ളിച്ച് HP ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു ലാപ്ടോപ്പാണ്. ഈ ലാപ്ടോപ്പിൻ്റെ മോഡലിൽ കൊടുത്തിരിക്കുന്ന എല്ലാ വിവരങ്ങളും ഞാൻ വിശദമായിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അപ്പം നമുക്ക് ഈ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് പറയാം. അപ്പം ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് ഇതാണ് ഇതിൻ്റെ അകത്ത് നല്ലൊരു കേസാണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാവുന്ന ഒരു ലൈറ്റ് വെയിറ്റിലാണ് ഈ ലാപ്ടോപ്പ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പം തന്നെ നമുക്ക് ഈ ലാപ്ടോപ്പിൻ്റെ ഇതാണ് ഒരു പ്ലാസ്റ്റിക് കവറിലാണ് അവർ കോട്ട് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളുടെ നല്ല ഒരു ഫിനിഷിങ് കളർ, ഒരു ബ്ലൂ കളറുള്ള ഇതാണ് വിറ്റെക്സ് എന്ന് പറയുന്ന അവരുടെ ഒരു ലേറ്റസ്റ്റ്. നമ്മൾ ഈ ആപ്പിളിൻ്റെ ഒക്കെ ലാപ്ടോപ്പിൽ കൊടുത്തിരിക്കുന്ന പോലെയുള്ള ഒരു എംബ്ലം ഒക്കെ അവർ കൊടുത്ത് നല്ല മോഡലിലാണ് അവരിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബാക്ക് സൈഡ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല ഹീറ്റിന് ഫാനൊക്കെ കൊടുക്കുന്ന നല്ല എയർ ഒക്കെ പോകാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ലാപ്ടോപ്പിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ പറയുവാണെങ്കിൽ, ഈ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 16 GB DDR4 RAM ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോസസ്സറും ഇന്റൽ i5 പ്രോസസ്സറാണ്. അതുപോലെ തന്നെ 124015H പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് തന്നെ നല്ല ഹൈ സ്പീഡ് പെർഫോമൻസ് തരുന്നതാണ്. ഇന്റലിൻ്റെ 12th ജനറേഷനിൽപ്പെട്ട ഒരു പ്രോസസ്സറും അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ വരുവാണെങ്കിൽ 15 GB DDR4 RAM ഉണ്ട്. അതുപോലെ 512 SSD ഹാർഡ് ഡിസ്ക് ആണ്. SSD ഹാർഡ് ഡിസ്ക് മുമ്പുണ്ടായിരുന്ന ഹാർഡ് ഡിസ്കുകളെ അപേക്ഷിച്ച് വളരെ വലുതാണ്. അതുപോലെ ഇത് ഓപ്പൺ ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ സ്ക്രീന് 15.6 ഇഞ്ച് സ്ക്രീനാണ്. അത് നല്ല ഫ്ലാറ്റ് ഫിനിഷോട് കൂടി ഇതിൻ്റെ ഹെഡിൽ തന്നെ ക്യാമറ കൊടുത്തിട്ടുണ്ട്, കീബോർഡ് എല്ലാം നല്ല ലൈറ്റ് ഫിനിഷിങ്ങിലൊക്കെയാണ്. പിന്നെ ഇത് വിത്ത് OS ആണ്. നമുക്ക് ലൈസൻസ്ഡ് ആയിട്ടുള്ള OS ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അതുപോലെ മൈക്രോസോഫ്റ്റിൻ്റെ എല്ലാ ഓഫീസ് സ്യൂട്ടുകളും ഇതിൽ അവൈലബിൾ ആണ്. അത് നമ്മൾ ജസ്റ്റ് ലോഗിൻ ചെയ്താൽ മൈക്രോസോഫ്റ്റിൻ്റെ വേർഡ്, എക്സൽ എല്ലാം ലൈസൻസ്ഡ് ആയിട്ടുള്ള ഇതിൽ തന്നെ നമുക്ക് കിട്ടും. OS-ഉം ലൈസൻസ്ഡ് ആണ്. അതുകൊണ്ട് നമുക്ക് അപ്ഡേഷൻ വന്നു കഴിഞ്ഞാലും യാതൊരു പ്രോബ്ലവും ഇതിലുണ്ടാകുന്നില്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉപയോഗിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഈ HP ഇപ്പോൾ ലേറ്റസ്റ്റ് കൊടുത്തിരിക്കുന്ന ഈ ഒരു മോഡലിൽ തന്നെ ഒട്ടനവധി ഓഫറുകളും ഇവർ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ നെറ്റ് പ്രൈസ് എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 84,000 രൂപ ഇതിന് നെറ്റ് പ്രൈസ് ഉണ്ട്. എന്നാലും HP അതിൻ്റെ ഓഫർ ഇട്ട് നമുക്ക് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 68,500 രൂപയാണ് നമുക്കിത് കയ്യിൽ കിട്ടുമ്പോൾ ആകുന്ന തുകയാകുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അവർ ഓഫറായിട്ട് ഒരു കീബോർഡ് നമുക്ക് നൽകുന്നുണ്ട്. ഈ കീബോർഡ് വയർലെസ് കീബോർഡാണ്. വയർലെസ് കീബോർഡും അതിൻ്റെ മൗസും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ലഭ്യമാണ്. അത് നമുക്കൊരു ഡോങ്കിൾ ഉപയോഗിച്ച് വയർലെസ് ആയിട്ട് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യാം. ലാപ്ടോപ്പിൽ കണക്ട് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട്, ഇതും നമുക്ക് ഓഫറിൽ കിട്ടിയതാണ്. HP-യുടെ ഈ ഒരു പ്രോഡക്റ്റ് എടുത്തപ്പോൾ നമുക്ക് ഓഫറിൽ വന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഒരു ബാഗ് ഇതിൻ്റെ കൂടെ ഉണ്ട്. നമുക്കൊരു ലാപ്ടോപ്പ് ബാഗ് വളരെ വെർത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന, നല്ല ഹാൻഡ്ലി, വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന നല്ലൊരു ബാഗ് ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ബാഗ് കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് വളരെ ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഒരു അഡാപ്റ്റർ. ഈ അഡാപ്റ്റർ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു അഡാപ്റ്ററാണ്. അതും വളരെ ലൈറ്റ് വെയിറ്റ്, ഒന്നും അധികം വെയിറ്റ് ഇതിന് വരുന്നില്ലെന്നുള്ളതാണ്. അപ്പം ഇതും ഈ അഡാപ്റ്ററും ഇത്രയും കാര്യങ്ങളാണ് HP നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ നമുക്കിത് ഓപ്പൺ ചെയ്തത് നമുക്കിത് ഓൺ ആക്കി ഇതിൻ്റെ ബാക്കി ഫങ്ഷൻസ് എങ്ങനെയാണെന്ന് കൂടെ നോക്കാം.
അപ്പോൾ ഞാൻ ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പവർ ബട്ടണിൽ ഓൺ ആക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ലാപ്ടോപ്പ് ഓൺ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് വിൻഡോസ് 11 OS ആണ് ഇതിൽ അവർ ചെയ്തിരിക്കുന്നത്. അത് ലൈസൻസ്ഡ് ആയിട്ട് വിൻഡോസ് 11 OS ആണ് നമുക്ക് ഇതിൽ കിട്ടിയിരിക്കുന്നത്. അത് മാത്രമല്ല ഈ മോഡൽ വളരെ ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാനും ഇതിൻ്റെ നല്ല ഈസി ക്യാരിങ് ആയിട്ട് വളരെ ഫിനിഷിംഗ് ആയിട്ടാണ് അവർ ഈ പോർഷൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് എത്ര ഹൈറ്റിലേക്ക് വേണേലും മറിക്കാനും തിരിക്കാനും ഒക്കെ സാധിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ മറ്റ് വിശേഷങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് തന്നെ 3 പാർട്ടീഷനിൽ കൊടുത്തിട്ടുണ്ട്. ഹാർഡ് ഡിസ്ക് തന്നെ 512 ആണ് നമുക്ക് ഇതിൽ ഇവർ പറഞ്ഞിരിക്കുന്ന ഈ പ്രൈസിൽ നമുക്ക് കിട്ടുമ്പോൾ 512 SSD ഹാർഡ് ഡിസ്ക് ആണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടുള്ള വിൻഡോസ് 11 തന്നെ നമുക്ക് ഓഫീസുകൾ ഉപയോഗിക്കാൻ വേണ്ടി മൈക്രോസോഫ്റ്റിൻ്റെ ഓഫീസ് സൂട്ടും ഇതിൻ്റെ അകത്ത് നമുക്ക് ലൈസൻസ്, അത് നമ്മൾ ജസ്റ്റ് മെയിൽ ID കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ തന്നെ ഓഫീസിൻ്റെ ഫങ്ഷൻസിന് എല്ലാ കാര്യത്തിനും ഉപയോഗിക്കാവുന്ന ഓഫീസും നമുക്ക് ഇതിൽ തന്നെ ലഭ്യമാണ്. അപ്പോൾ ഈ ലാപ്ടോപ്പിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഇത് ഗ്രാഫിക്സ് കാർഡ് സപ്പോർട്ടഡ് ആണ്. ഗ്രാഫിക്സ് കാർഡ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഏത് വീഡിയോസ് പ്ലേ ചെയ്യുന്നതിന് ഒരു ഹാങ്ങിങ്ങോ ഒന്നും വരുന്നില്ല. നല്ല സ്പീഡ് കിട്ടുന്നുണ്ട്. ഗ്രാഫിക്സ് സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഗെയിമിങ്ങിൻ്റെ ആവശ്യത്തിനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഗ്രാഫിക്സ് സപ്പോർട്ട് ചെയ്യുന്ന ലാപ്ടോപ്പ് ആയതുകൊണ്ട് യൂറോടെക് സിമിലർ ടു ഗെയിമിങ്ങും, അതായത് ETS2, അതുപോലെ തന്നെ GTA 5ഉം NFS-ഉം സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതെല്ലാം ഗെയിമിംഗ് ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലാപ്ടോപ്പിൻ്റെ പെർഫോമൻസ് വളരെ വലുതാണ്. ഈ ഒരു പ്രൈസിൽ ഇപ്പം 68,500 രൂപയ്ക്ക് HP ഇപ്പോൾ ഈ നൽകുന്ന ഓഫർ നമുക്ക് കളയാതെ തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും. കാരണം ഇത്രയും i5-ൻ്റെ ഈ ഒരു പ്രോസസ്സറോട് കൂടിയതും അതുപോലെ 16 GB DDR4 റാമും പിന്നെ നമുക്ക് OS-ഉം ലൈസൻസ്ഡ് OS ആണ് നമുക്ക് കിട്ടുന്നത്. ലൈസൻസ്ഡ് OS എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും എന്ത് അപ്ഡേഷൻ വന്നാലും നമുക്ക് ചെയ്യാൻ സാധിക്കും. ആ ലൈസൻസ്ഡ് OS-ഓട് അത് വിൻഡോസ് 11 ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനിൽപ്പെട്ട OS തന്നെയാണ് നമുക്ക് ഈ HP നമുക്ക് ഇതിലോട് കൂടെ തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഗ്രാഫിക്സ് കാർഡ് സപ്പോർട്ടിംഗ് ഉണ്ട്, SSD ഹാർഡ് ഡിസ്ക് ആണ്. എല്ലാം കൊണ്ടും വളരെ 15 ഇഞ്ച് സ്ക്രീൻ നമുക്കിതിൽ തന്നെ ഉണ്ട്. എല്ലാം കൊണ്ടും വളരെ നല്ലൊരു ലാപ്ടോപ്പാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ ഒരു ലാപ്ടോപ്പ് പരിചയപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് വാങ്ങിച്ചതാണ്. അതുകൊണ്ടാണ് നിങ്ങളിത് അൺബോക്സ് ചെയ്ത് നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HP-യുടെ ഈ വിറ്റെക്സ് ലാപ്ടോപ്പ് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് നിങ്ങൾക്ക്. കാരണം എല്ലാ ഗുണമേന്മ അതിൽ ഇപ്പോൾ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് HP തന്നിരിക്കുന്ന ഈ ലാപ്ടോപ്പ് നിങ്ങൾക്ക് വാങ്ങിക്കാം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ ഈ വീഡിയോ ഞാൻ പരിചയപ്പെടുത്തിയത്. മാത്രവുമല്ല എൻ്റെ തുടർന്ന് വരുന്ന വീഡിയോകളിലും ഇതുപോലെ നിങ്ങൾക്ക് ഗുണകരമാകുന്ന പല കണ്ടന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയ ഒരു സബ്ജക്റ്റുമായിട്ട് ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.